ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ എത്തിയിട്ട് പിറ്റേ ദിവസം തന്നെ നേരെ പോയത് കക്ക വാങ്ങിക്കാനാണ്. കക്ക എന്തിനാണ് വാങ്ങിച്ചതെന്ന് പറയാം, കക്ക ഫ്രൈ ഉണ്ടാക്കാൻ, അതും ആലപ്പുഴ സ്റ്റൈലിൽ. അങ്ങനെ ഒരു 2 കിലോ കക്ക വാങ്ങി. ഈ വാങ്ങിയ കക്ക ഒരു ഹാഫ് കുക്ക്ഡ് ആട്ടോ. ഇതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അങ്ങനെ കക്ക ഇറച്ചി വാങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് കളയുന്ന പണിയാണ് ഇനി അടുത്തത്. അവിടെ ആലപ്പുഴയിൽ അത് വേസ്റ്റ് കളയാറില്ല, കഴുകുമ്പോൾ ഒന്ന് ഞെക്കിയിട്ട് കളയും, അത്രമാത്രം. ഞെക്കി ഒന്ന് പിഴിയുമ്പോൾ തന്നെ അതിൻ്റെ വേസ്റ്റ് കുറേയൊക്കെ പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇത് കഴിക്കുമ്പോൾ അലർജി പോലെ തോന്നുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മൊത്തം അതിൻ്റെ വേസ്റ്റും ഞെക്കി കളയണം. അത് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ, അതൊന്ന് ഞെക്കി കളയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കിട്ടും. അപ്പം ഇത് ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഒന്നും കേടാവൊന്നുമില്ല കക്ക. അങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എല്ലാ വേസ്റ്റും കളഞ്ഞെടുത്തു കേട്ടോ. അങ്ങനെ കളഞ്ഞെടുത്ത കക്കയാണ് ഈ കിടക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കണം. ഇത് കഴുകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഉള്ള ഒരു കക്കയാണ് ഇത്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ചൂടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഇതിൽ, പക്ഷേ ആ കക്കയിൽ നിന്നുള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഇനി ഈ വെള്ളം ഒഴിവാക്കണം, ഊറ്റിക്കളയണം കേട്ടോ. അപ്പം മൊത്തം കക്കയിലുള്ള വെള്ളവും നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞ കക്കയിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള കക്കയാണിത്. ഇനി ഇതിലേക്കുള്ള എന്തൊക്കെയാ സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതാണ്, പച്ചമുളക് വേണം, പിന്നെ കറിവേപ്പില വേണം. ഇതിലേക്ക് സവാളയാണ് എടുത്തിരിക്കുന്നത്, സവാളയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കുരുമുളക്. ഇപ്പം നമ്മൾ എരിവിനനുസരിച്ചുള്ള കുരുമുളക് ഇടണം. പിന്നെ അതേപോലെ പെരുംജീരകമില്ലേ, അതുമാണ് ആവശ്യം. ഇതൊക്കെ അമ്മേൻ്റെ ഒരു കൈ കണക്കാട്ടോ. ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നുള്ളൂ. ഓരോരുത്തരെ എത്ര കാക്ക വാങ്ങി അതിനനുസരിച്ചിട്ടുള്ളതാണിത്. അപ്പം അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി വേണ്ടത് നിറയെ വെളിച്ചെണ്ണയാണ്. നല്ലപോലെ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം ആദ്യം കുറേ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ പതിയെ പിന്നെ ലാസ്റ്റിലേക്കൊക്കെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണ ചൂടാവട്ടെ. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് ഈ കടുകൊന്ന് പൊട്ടി വരണം. അപ്പോൾ നല്ലൊരു അടി കട്ടിയുള്ള പരന്നൊരു പാത്രത്തിൽ എടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെ ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. അരിയുന്നതിനേക്കാളും നമ്മൾ അമ്മിയിലൊന്ന് ചതച്ചെടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി അതിലേക്ക് കറിവേപ്പില, ഇതൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ആ ഒരു എണ്ണയിലിട്ടിട്ട് വഴറ്റുക. അതിലേക്ക് പിന്നെ പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടാം. അപ്പോൾ ഇത് കുറച്ച് എരിവ് കൂടുതലുണ്ടെങ്കിലാണ് ടേസ്റ്റ് തന്നെ ഉണ്ടാവുക കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഇപ്പോൾ കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പാണ് ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതും ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ബാക്കി പിന്നെ നമുക്ക് ഇടാം. ഇനി ഇതൊന്ന് ഇട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം കേട്ടോ. സവാളയൊന്ന് വഴറ്റിയിട്ട് കളറൊന്ന് ചേഞ്ചായി വരണം. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടില്ലേ, വെള്ളം കളഞ്ഞ് വെച്ച കക്ക, അതിട്ട് കൊടുക്കാം. അപ്പോൾ അത് മൊത്തം കക്കി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അമ്മ ഇത് ഉണ്ടാക്കുന്ന ലാസ്റ്റ് വരെ കൈയെടുക്കാതെ എന്ന് പറഞ്ഞ പോലെ കൈയെടുക്കാതെയല്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. മൂടി വെച്ച് വേവിക്കരുത്. ഇനി ഈ കക്കയിലേക്കുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് ഇട്ടാൽ മതി. കക്കയിലേക്കുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അതേ കണ്ടില്ലേ, പിന്നെയും വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്കായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ അടി കട്ടിയുള്ള പാത്രം എടുക്കണം. ഇതേപോലെ എപ്പോഴും ഇളക്കി കൊടുക്കണം, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും എല്ലാ ഭാഗത്തും ഇതൊന്ന് പൊട്ടി അതിൻ്റെ ഈ ഒരു കക്ക അങ്ങനെ പൊട്ടി സൗണ്ട് കേൾക്കും. എന്നിട്ട് മൊരിഞ്ഞ് വരണം, പൊട്ടിയിട്ട്. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് തന്നെ അത് മൊരിഞ്ഞ് വരണം. അതാണ് ഒരു ഫ്രൈ, അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ എരിവിനൊക്കെ അനുസരിച്ച് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട്. ഇനി മല്ലിപ്പൊടിയും കുറച്ച് കൂടുതലാണ് ഇടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടതാണല്ലോ, അതുകൊണ്ട് ഗരം മസാല. ഇപ്പോൾ ഗരം മസാലയും ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഇതെല്ലാം നമ്മൾ നേരത്തെ ഇളക്കി വെച്ചില്ലേ കക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ മൊത്തം പൊടികളും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതേപോലെ മൊത്തം എല്ലാ ഭാഗത്തും എത്തണം, അതുവരെ ഇളക്കുക. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുരുമുളകും പെരുംജീരകവും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാ ഭാഗത്തും എത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ആ
പൊടിച്ച് വെച്ച കുരുമുളകും പെരുംജീരകവും ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവും നിങ്ങളെ പാകത്തിനനുസരിച്ചാട്ടോ. ഇനി വേണമെങ്കിൽ എരിവ് കൂട്ടാം കുറയ്ക്കാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതേ ആ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തണം. ഇതാ കണ്ടില്ല അടി പിടിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ആവശ്യം കേട്ടോ ഇതിൽ. ഇനി നല്ല മുരിഞ്ഞ് വരണമെങ്കിൽ കുറേ നേരം ഇതേപോലെ ഇട്ട് ഇളക്കണം. അടച്ച് വെച്ച് വേവിക്കാതെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ കക്ക വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സവോളയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത് നല്ലപോലെ ഇളക്കി മിക്സാക്കി നമ്മൾ ഐറ്റം വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ, കറിവേപ്പിലൊന്നും ഇട്ടില്ല. അപ്പോൾ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.